നമസ്കാരം. ബംഗ്ലാദേശുമായുള്ള T20 പരമ്പര സ്വന്തമാക്കാനുറച്ച് ടീം ഇന്ത്യ രണ്ടാം അംഗത്തിന് കച്ചമുറുക്കുകയാണ്. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ കളി നാളെ രാത്രി 7 മണി മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഗോളിയോറിലെ ആദ്യ T20യിൽ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം കൊയ്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന രണ്ടാം T20യും ജയിച്ച് പരമ്പരയിൽ അപരാജിത ലീഡ് നേടാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. എന്നാൽ നജ്മുൽ ഹുസൈൻ ഷാൻഡോ നയിക്കുന്ന ബംഗ്ലാദേശിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. നേരത്തെ നടന്ന 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ അവർ തൂത്തുവാരപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ T20 പരമ്പരയെങ്കിലും ജയിച്ച് കണക്ക് തീർക്കാനായിരിക്കും അവരുടെ ലക്ഷ്യം. ആദ്യ T20യിൽ ഗംഭീര വിജയം കൊയ്തതിനാൽ തന്നെ അടുത്ത മത്സരത്തിലും അതേ 11 തന്നെ ഇന്ത്യ ഇറക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യ T20യിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത്. നിലവിലെ ടീമിലുള്ള ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ അഭിഷേക് ആണ്. ഈ കാരണത്താലാണ് സഞ്ജുവിനെ ഇന്ത്യ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്തത്. ഈ റോളിൽ അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. 19 ബോളിൽ 6 4 ഉൾപ്പെടെ 29 റൺസ് ആണ് സഞ്ജു നേടിയിട്ടുണ്ടായിരുന്നത്. അഭിഷേക് ആണെങ്കിൽ 7 ബോളിൽ 16 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. രണ്ടാം T20യിലും അഭിഷേക് സഞ്ജു ജോഡി തന്നെയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. കാരണം ടീമിന് ഈ റോളിലേക്ക് മറ്റ് ഓപ്ഷനുകൾ ഒന്നും തന്നെയില്ല. അതിനാൽ തന്നെ വീണ്ടും ഈ സഖ്യത്തിൽ തന്നെയായിരിക്കും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് വിശ്വാസം അർപ്പിക്കുന്നത്. 3ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഊഴം തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ 1 ഡൗണായി പവർ പ്ലേയിൽ തന്നെ ഇറങ്ങിയതിനു ശേഷം വളരെ അഗ്രസീവായ ബാറ്റിംഗ് ആണ് സ്കൈ കാഴ്ചവെച്ചിരുന്നത്. 14 ബോളിൽ 29 റൺസ് ആയിരുന്നു അദ്ദേഹം നേടിയത്. കിടിലൻ തുടക്കം ലഭിച്ചിട്ടും ഇത് വലിയ സ്കോറാക്കി മാറ്റാൻ സാധിക്കാതെ പോയതിന്റെ നിരാശ സൂര്യക്ക് എന്തായാലും ഉണ്ടായിരിക്കും. രണ്ടാം T20യിൽ ഇതിന്റെ ക്ഷീണം തീർക്കുക തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇന്ത്യൻ മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ 4ാം നമ്പറിൽ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ് ആയിരിക്കും കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പരാഗിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം അരങ്ങേറ്റക്കാരനും സീം ബൗളിംഗ് ഓൾറൗണ്ടറുമായ നിതീഷ് റെഡ്ഡിയെയാണ് ഇന്ത്യ ഈ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തിരുന്നത്. പുറത്താവാതെ 16 റൺസ് അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബൗളിംഗിൽ പക്ഷേ വിക്കറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല. രണ്ടാം അംഗത്തിൽ നിതീഷിന് പകരം യുവ ഓൾറൗണ്ടറായ തിലക് വർമ്മയെ ഇന്ത്യ കളിപ്പിക്കുമോ എന്നാണ് അറിയാനുള്ളത്. പരിക്കേറ്റ് പിന്മാറിയ ശിവൻ ദുബെയ്ക്ക് പകരമാണ് തിലക് അവസാന നിമിഷം ടീമിനൊപ്പം ചേർന്നിരുന്നത്. ബാറ്റിംഗിൽ കുറെ കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം. അതിനാൽ നിതീഷിന് പകരം തിലകിനെ ഇന്ത്യ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. 5ാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും. കഴിഞ്ഞ കളിയിൽ ടീമിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്നു അദ്ദേഹം. 16 ബോളിൽ 39 റൺസ്. അദ്ദേഹം ബൗളിംഗിൽ 1 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. ഹാർദിക്കിന് ശേഷം 6ാമനായി ഫിനിഷർ റിങ്കു സിംഗ് ആയിരിക്കും കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. ബൗളിംഗ് ലൈനപ്പിലേക്ക് വന്നാൽ 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ബിഷ്ണോയ് കളിച്ചേക്കും. സമീപകാലത്ത് അവസരം ലഭിച്ചപ്പോഴെല്ലാം അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. ബിഷ്ണോയും വരുൺ ചക്രവർത്തിയുമാവും സ്പിൻ ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ 3 വിക്കറ്റുകളുമായി വരുൺ ചക്രവർത്തി തിളങ്ങിയിരുന്നു. പേസ് ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കുന്നത് അർഷ്ദീപ് സിംഗ് തന്നെയായിരിക്കും. ഒപ്പം കഴിഞ്ഞ മത്സരത്തിലൂടെ അരങ്ങേറിയ മായങ്ക് യാദവും ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 ഇതായിരിക്കാം: അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, റിയാൻ പരാഗ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ അല്ലെങ്കിൽ നിതീഷ് റെഡ്ഡി, റിങ്കു സിംഗ്, രവി ബിഷ്ണോയ് അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, മായങ്ക് യാദവ്. News means entertainment and entertainment meets news. Watch SAC News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.